ശ്രീനിവാസൻ എന്ന പേരായ പ്രമുഖർ നമുക്ക് മലയാളത്തിൽ പലരുണ്ട്. പക്ഷേ പേരിനോടൊപ്പം സ്ഥലപ്പേരോ ഇനിഷ്യലോ ഒക്കെ വേണം തിരിച്ചറിയാൻ. ശ്രീനിവാസൻ എന്ന് മാത്രം പറഞ്ഞാൽ തിരിച്ചറിയാവുന്ന ശ്രീനിവാസൻ അന്തരിച്ച നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത് ശ്രീനിവാസനാണ്. 48 വർഷം അദ്ദേഹം മലയാള സിനിമയുടെ ഭാഗമായി സ്ക്രീനിൽ അദ്ദേഹം എഴുതി പിടിപ്പിച്ച കഥാപാത്രങ്ങൾ, അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ, ഇതൊക്കെയായി മലയാളത്തിന് സംഭാവന ചെയ്ത ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം, നിത്യജീവിതത്തിൽ നാം എടുത്തുപയോഗിക്കുന്ന ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങളിലെയോ കഥകളിലെയോ പരിഹാസങ്ങളും ട്രോളുകളുമൊക്കെയാണ്. ആ കഥകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ഒരു ഓട്ടപ്രദക്ഷിണം. തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമ, ഇതിൻ്റെ തിരക്കഥാകൃത്ത് ശ്രീനിവാസനല്ല, പ്രിയദർശൻ തന്നെയാണ് കഥാ, തിരക്കഥാ, സംഭാഷണം, സംവിധാനം ഇതെല്ലാം നിർവഹിച്ചിരിക്കുന്നത്. തേന്മാവിൻ കൊമ്പത്തിലെ ശ്രീനിവാസൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അപ്പക്കാള. ആ പേരിനൊരു പ്രത്യേകതയുണ്ട്. അതിലെ മറ്റ് 2 പ്രധാന കഥാപാത്രങ്ങൾ നെടുമുടി വേണു അവതരിപ്പിച്ച ശ്രീകൃഷ്ണനും നായക കഥാപാത്രമായ മോഹൻലാലിൻ്റെ മാണിക്കനുമാണ്. ഈ മാണിക്കനും ശ്രീകൃഷ്ണനുമൊക്കെ കേട്ടാൽ നല്ല രസകരമായ ഒരു പോസിറ്റീവ് വൈബൊക്കെ കൊടുക്കുന്ന പേരാണെങ്കിലും അപ്പക്കാള എന്ന പേര്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇവനെന്തോ കുഴപ്പക്കാരനാണെന്ന്. അങ്ങനൊരു പേര് ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കേട്ടതും. കാരണം തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമ ഉണ്ടാക്കിയ ഒരു പ്രപഞ്ചം സാധാരണ മലയാളിക്ക് പരിചയമുള്ള ഒന്നുമല്ല. മറ്റേതോ ലോകത്ത് നടക്കുന്ന ഒരു കഥയാണ് സ്ക്രീനിലേക്ക് പ്രിയദർശൻ കൊണ്ടുവന്നത്. അതിൽ ഈ അപ്പക്കാള ഉണ്ടാക്കിയ ഒരു എഫക്റ്റ് വളരെ ചെറുതല്ല, ഞാട ചെറിയ ബുദ്ധി. അതായത് ഈ മാണിക്കൻ എന്ന മോഹൻലാലിൻ്റെ കഥാപാത്രത്തെ തകർക്കാൻ ശ്രീകൃഷ്ണൻ എന്ന നെടുമുടി വേണുവിൻ്റെ കഥാപാത്രവും അപ്പക്കാളയും ചേർന്ന് തീരുമാനിക്കുമ്പോൾ ഒതുക്കാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ബുദ്ധിയാണ്. അതായത് ഗർഭം ആരോപിക്കുക, ഗർഭമില്ലാത്ത ഒരു പെണ്ണിന് ഗർഭം ആരോപിക്കുക എന്ന ബുദ്ധിയാണ് ശ്രീനിവാസൻ്റെ അപ്പക്കാള പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ ചെറിയ ബുദ്ധി തോന്നിയ ഒരു കാര്യമാണ് എന്ന് പറയുന്നു. എന്താ അതിൻ്റെ ഐഡിയ എന്ന് നെടുമുടി വേണു ചോദിക്കുമ്പോൾ ഈ കാര്യം പറയുന്നു. എല്ലാം കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് ഒരല്പം ആശങ്കയോടെ ഈ കഥാപാത്രത്തെ ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് നെടുമുടി വേണുവിൻ്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഇതത്ര ചെറിയ ബുദ്ധി അല്ലല്ലോടാ. ഈ അപ്പക്കാളയെ തുടക്കത്തിൽ തന്നെ, സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരാളായിട്ടാണ്. മോഹൻലാലും നെടുമുടി വേണും ഇവർ തമ്മിൽ വലിയ അടുപ്പമാണ്. അപ്പക്കാളയും ആ വീട്ടിലെ ജോലിക്കാരനാണ്, മാണിക്കനും ജോലിക്കാരനാണ്. പക്ഷെ മാണിക്കന് വീട്ടിലെ അടുക്കള വരെ സ്വാതന്ത്ര്യമുണ്ട്, അപ്പക്കാളയ്ക്ക് അത്രയും സ്വാതന്ത്ര്യമില്ല. അടിച്ചുവാരലും അത്തരം ചില പ്രൊഫൈലിലുള്ള ജോലികളൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാണിക്കനെ പുറത്താക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം പോയി കുത്തിരിപ്പുണ്ടാക്കുക, കവിയൂർ പൊന്നമ്മയുടെ കഥാപാത്രത്തോട് ചില കുഴപ്പങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അത്തരം ചില പരിപാടികളിലൂടെയാണ് ഈ അപ്പക്കാള മുന്നോട്ട് പോകുന്നത്. തുടക്കത്തിലെ തന്നെ പറയുന്നുണ്ട്, അതായത് തമ്പുരാൻ കള്ളുപുരയിൽ കയറി പോന്ന ഞാൻ കണ്ടില്ല. അപ്പോൾ കവിയൂർ പൊന്നമ്മ ചോദിക്കുന്നുണ്ട്, പിന്നെ നീ എന്താ കണ്ടേ? തമ്പുരാൻ കള്ളുപുരയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അതായത് കൃത്യമായിട്ട് പറയേണ്ട കാര്യം പറഞ്ഞു കൊടുത്തു, ഒരു പണി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചന്തയിൽ നിന്ന് സാധനങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട്, നേന്ത്രക്കൊല, മണ്ണൻകൊല, തേങ്ങാക്കൊല, ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോവാണ്. അതിൽ ഈ കഥാപാത്രത്തിൻ്റെ രോഷമെല്ലാം ഉണ്ട്, അപ്പക്കാളയുടെ രോഷം. അപ്പോൾ നെടുമുടി വേണു തിരിച്ചു വയ്ക്കുന്നുണ്ട്, അപ്പോൾ മാങ്ങാത്തുലിയോടാ, അപ്പോൾ തേങ്ങ എന്ന് തിരുത്തുന്നുണ്ട്. ഇതാണ് ആ കഥാപാത്രം. ഒടുവിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി എല്ലാം കലങ്ങി തെളിയുന്ന ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണ സിനിമ ഫോർമാറ്റിലാണ് ആ സിനിമ അവസാനിക്കുന്നതെങ്കിലും അപ്പക്കാളയെ നമ്മൾ മറക്കില്ല. നാടോടിക്കാറ്റ് എന്ന എക്കാലത്തെയും പ്രസിദ്ധമായിട്ടുള്ള സിനിമയിലേക്ക് പോവാം. ദാസനും വിജയനും, ഈ 2 കഥാപാത്രങ്ങൾ കേരളം മൊത്തം പ്രസിദ്ധമാണ്, കേരളത്തിന് പുറത്തുമൊക്കെ പ്രസിദ്ധമാണ്. ഈ മോഹൻലാൽ ശ്രീനിവാസൻ ജോഡികളുടെ ഏറ്റവും രസകരമായ, ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഇറങ്ങി നിന്ന് ഇപ്പോഴും സംസാരിക്കുന്ന 2 കഥാപാത്രങ്ങളാണ് ദാസനും വിജയനും. ശരിക്കും ഈ ദാസനും വിജയനും എന്ന ഈ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന നാടോടിക്കാറ്റിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്ന ശ്രീനിവാസനാണെങ്കിലും ഈ ദാസൻ്റെയും വിജയൻ്റെയും സൃഷ്ടിയുടെ പിന്നിലുള്ള ക്രെഡിറ്റ് ശ്രീനിവാസനല്ല. ഇത് ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത സിദ്ദിഖ് ലാൽമാരിലെ സിദ്ദിഖും ലാലും ഇവർ ചേർന്നിട്ടാണ് ഈ ദാസൻ വിജയൻ എന്നൊരാശയം ഉണ്ടാക്കുന്നത്. ഇവർ ആ സിനിമാ വൃത്തങ്ങളിൽ, ഫാസിലും സത്യനന്ദിക്കാടും അടക്കമുള്ള സിനിമാ വൃത്തങ്ങളിൽ ഇത് സംസാരിക്കുകയും പിന്നീട് ഇതൊരു തിരക്കഥയാകത്തക്ക തരത്തിൽ സിനിമയുടെ രൂപപരിണാമങ്ങളിലേക്ക് മാറുമ്പോൾ ഇതിൻ്റെ തിരക്കഥ ശ്രീനിവാസൻ രൂപപ്പെടുത്തുകയും ദാസനും വിജയനും നമ്മൾ ഇന്ന് കാണുന്ന ഒരു രൂപത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. തീരെ നിവൃത്തിയില്ല, ജീവിക്കാൻ മുന്നോട്ട് പോകാൻ വഴിയൊന്നുമില്ല. ഉള്ള പണിയൊക്കെ പോയി ഇരിക്കുന്ന ഘട്ടത്തിൽ ശങ്കരാടിയുടെ കഥാപാത്രം ഒരു പശുവിനെ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ശങ്കരാടിക്ക് പൈസ കൊടുത്ത് വാങ്ങിയ പശു, ആ പശു വീട്ടിൽ നിന്ന് വേഗം കരയുമ്പോൾ രണ്ടുപേരും സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അടുത്തടുത്ത് കിടക്കുകയാണ് ദാസനും വിജയനും, മോഹൻലാലും ശ്രീനിവാസനും. അപ്പോൾ ഈ മോഹൻലാൽ ചോദിക്കുകയാണ്, എടാ വിജയ, നമുക്കെന്താടാ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്?
ഐശ്വര്യത്തിൻ്റെ സൈറൻ മുഴങ്ങുന്നത് പോലെ തോന്നുന്നു പശുവിൻ്റെ കരച്ചിൽ കേട്ടിട്ട്. അപ്പോൾ വളരെ ശാന്തമായി സന്തോഷത്തോടെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ശ്രീനിവാസൻ്റെ കഥാപാത്രം പറയുകയാണ്, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടടാ ദാസ. ഇത് നമ്മുടെ ജീവിതത്തിൽ പലയിടത്തും നമ്മൾ എടുത്തുപയോഗിക്കാറുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്കൊരു വിജയം വരുന്ന സമയത്ത്, നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ വിജയമായി വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, നമുക്ക് എന്താണ് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞെന്ന്. അപ്പോൾ കൂടെ നിൽക്കുന്ന ആൾ വെറുതെ അങ്ങ് പറഞ്ഞു പോകാറുണ്ട്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ. ഇങ്ങനെയാണ് ഈ ശ്രീനിവാസൻ്റെ ചില കഥാപാത്രങ്ങളുടെ ഡയലോഗുകൾ സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ ചുണ്ടിലിങ്ങനെ കയറിപ്പറ്റുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രസകരമായൊരു കാര്യമാണ്. അതായത് പുതിയ MD വരുന്നു. പുതിയ MD വരുമ്പോൾ പഴയ MDയെ കുറിച്ചുള്ള കൊണ്ടുള്ള ദ്രോഹമൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നമുക്ക് പുതിയ MDയെ പ്രീതിപ്പെടുത്തി അയാളുടെ പ്രീതി പിടിച്ചു പറ്റി നമുക്ക് പ്രൊമോഷൻ വാങ്ങിക്കണം, കൂടുതൽ ശമ്പളം വാങ്ങിക്കണം, ഇങ്ങനെയൊക്കെ കരുതിയിരിക്കുന്ന സമയത്താണ് ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് റോഡിലൊരു സംഭവം ഉണ്ടാകുന്നത്. MD വരുന്ന കാറ്, MD ആണെന്നറിയില്ല, MD വരുന്ന കാറ് ഒരു പെൺകുട്ടിയുടെ മേലെ തട്ടുന്നു. അതിൻ്റെ പേരിലൊരു കശപിശ ഉണ്ടാകുന്നു. കയ്യേറ്റം ചെയ്തു. മോഹൻലാലിൻ്റെ കഥാപാത്രം MDയെ കയ്യേറ്റം ചെയ്യുന്നു. TP മാധവനാണ് ആ വേഷം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ മോഹൻലാൽ കയ്യേറ്റം ചെയ്യുന്ന സമയത്ത് ശ്രീനിവാസൻ പോയി കാറിൻ്റെ കാറ്റഴിച്ച് വിടുന്നു. എന്തായാലും ഈ സംഭവം എല്ലാം കഴിഞ്ഞ് ഓഫീസിലെത്തുന്നു. ഈ MD ഇവരെ രണ്ടുപേരെയും തിരിച്ചറിയുന്നു. അതിനിടയ്ക്ക് വേറെ ചില ഡയലോഗുകളൊക്കെ പിന്നീട് തഗ്ഗായി മാറിയ ഡയലോഗുകളൊക്കെ ഉണ്ട്. അതായത് താടിയൊക്കെ, വെപ്പ് താടിയൊക്കെ ആയിട്ട് MDയുടെ മുറിയിൽ കയറി ചെല്ലുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ കുടുംബപരമായിട്ട് ഇങ്ങനെയാണ്, ഒറ്റ ദിവസം കൊണ്ട് താടി വളരും, കണ്ണ് പഴുത്ത് ചീഞ്ഞളിഞ്ഞിരിക്കുകയാണ്. ഈ തഗ് ഡയലോഗുകളൊക്കെ വരുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീട് പുറത്താക്കപ്പെടുന്ന സമയത്ത് മോഹൻലാൽ പറയുന്നുണ്ട് ശ്രീനിവാസൻ്റെ അടുത്ത്, മോഹൻലാലിൻ്റെ കഥാപാത്രം പറയുകയാണ്, നീയപ്പം അങ്ങനെ ചെയ്ത് നന്നായി, അതായത് ടയറിൻ്റെ കാറ്റഴിച്ചു വിട്ട് നന്നായി. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയേനെ എന്ന് പറയുന്നുണ്ട്. ഇതും നമ്മൾ നിത്യജീവിതത്തിൽ എത്രയോ തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ മറ്റൊന്നാണ് ഈ BCom ഫസ്റ്റ് ക്ലാസ്സും പ്രീ ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം. സാധാരണ മനുഷ്യൻ്റെ ഈ BCom ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമല്ല. പ്രീ ഡിഗ്രി തീരെ മോശം വിദ്യാഭ്യാസ യോഗ്യതയല്ല. ഇന്നിപ്പോൾ പ്രീ ഡിഗ്രി ഇല്ല, പ്രീ ഡിഗ്രി പകരം +2 വന്നു. ഈ BCom ഫസ്റ്റ് ക്ലാസ്സുകാരനായ, തൊഴിലില്ലാത്ത അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉയർന്ന തൊഴിൽ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം ദാസൻ, അയാൾ കാണുന്നിടത്തെല്ലാം പറയുന്നതാണ്, ഞാൻ BCom ഫസ്റ്റ് ക്ലാസ് ആണ് എന്നുള്ളതാണ്. അയാൾക്കൊരു ജോലി കിട്ടുന്നു. അനന്തൻ നമ്പ്യാരുടെ കമ്പനിയിൽ ജോലി കിട്ടുമ്പോഴും BCom ഫസ്റ്റ് ക്ലാസ്സുകാരനായ മോഹൻലാലിൻ്റെ ഫയലുകൾ നോക്കുന്ന ജോലിയാണ് കിട്ടുന്നത്. പ്രീ ഡിഗ്രി തോറ്റ വിജയൻ എന്ന ശ്രീനിവാസൻ്റെ കഥാപാത്രത്തിന് ഗോഡൗണിൽ ചുമട്ടുതൊഴിലാളിയായിട്ടാണ് ജോലി കിട്ടുന്നത്. അപ്പം ഞാൻ BCom ഫസ്റ്റ് ക്ലാസ് ആണ് എന്ന് എടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മോഹൻലാലിനോട് ശോഭനയുടെ കഥാപാത്രത്തെക്കൊണ്ട് ശ്രീനിവാസൻ ചോദിപ്പിക്കുന്നുണ്ട്, സത്യത്തിൽ നിങ്ങൾ കോളേജിൽ പോയിട്ടുണ്ടോ? കാര്യം ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം ഈ BCom ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. ഒരു ശരാശരി മലയാളിയുടെ അവനവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചുള്ള പൊങ്കച്ചം പറച്ചിലും ഇനി വിദ്യാഭ്യാസം ഇല്ലാത്തവൻ്റെ അവൻ്റെ ഒരു കോംപ്ലക്സും എല്ലാം ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ജോലി കിട്ടുമ്പോൾ അവർക്കൊരു വീട് വേണം, താമസിക്കാൻ ഒരു വീട് വേണം. അപ്പോൾ വീട് അന്വേഷിച്ച് പോകുന്ന സമയത്താണ് ഒരു ബ്രോക്കർ, ബോബി കൊട്ടാരക്കരയാണ് ആ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. ബോബി കൊട്ടാരക്കര മരിച്ചുപോയി. അദ്ദേഹം പറയുന്നുണ്ട്, ഈ വീട് കൊണ്ട് കാണിച്ചിട്ട് ആ വീട് പക്ഷേ ഇത്ര രൂപയാവും എന്ന് പറയുമ്പോൾ അത്രയും പൈസ കൊടുക്കാൻ ഇവർക്കില്ല. അതേസമയം അവരെ വീടിനെ പറ്റിയുള്ള സ്വപ്നങ്ങൾ പറയുന്നത് കാറിടാനുള്ള സ്ഥലം വേണം, AC വേണം, വിശാലമായ പൂന്തോട്ടം വേണം, തുടങ്ങി സകല സൗകര്യങ്ങളും ആ വീട്ടിൽ വേണം. പക്ഷേ കയ്യിലെത്രയുള്ളത്? 150 രൂപ. ഇതും ശരാശരി മലയാളിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. കയ്യിലൊന്നുമില്ലെങ്കിലും നമ്മൾ സ്വപ്നം കാണുന്നതിൽ യാതൊരു പഞ്ഞവും കാണിക്കാറില്ല. നമ്മളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. നമുക്ക് ആവശ്യമുള്ളതൊക്കെ വേണം, കയ്യിൽ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ. ഏറ്റവും രസകരമായ ഒരു കാരിക്കേച്ചർ അനന്തൻ നമ്പ്യാർ എന്ന കഥാപാത്രമാണ്. അധോലോക നായകനായ അനന്തൻ നമ്പ്യാർ, തിലകൻ അവതരിപ്പിച്ച കഥാപാത്രം. ഈ അനന്തൻ നമ്പ്യാരുടെ ഒരു പ്രത്യേകത നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ മനസ്സിലാകും. അനന്തൻ നമ്പ്യാരെ സ്ക്രീനിൽ കാണിക്കുന്ന തുടക്കം തൊട്ട് ഒടുക്കം വരെ എപ്പോഴും ആവശ്യമില്ലാത്തടത്തും ഉള്ളിടത്തും എല്ലാം ഞെട്ടുന്നൊരു ശീലമുണ്ട് അനന്തൻ നമ്പ്യാർക്ക്. അതായത് ഒരു ഡോറ് തുറന്ന് അയാളുടെ അനുയായികൾ, ജോണിയും സന്തോഷും പ്രധാന അനുയായികളാണ്. ഇവർ ഡോറ് തുറന്ന് പുറത്ത് അകത്തേക്ക് കയറി വരുമ്പോൾ പെട്ടെന്ന് ഞെട്ടുകയാണ്. അവർ തിരിച്ചു പോകുമ്പോഴും ഞെട്ടുകയാണ്. എവിടെയെങ്കിലും ശബ്ദം കേട്ടാലും ഞെട്ടുകയാണ്. അധോലോക നായകനായ അനന്തൻ നമ്പ്യാർ. അങ്ങനെ ഒരു കാരിക്കേച്ചർ ഒരുക്കാൻ ശ്രീനിവാസൻ അല്ലാതെ ആർക്ക് സാധിക്കും? അതോടൊപ്പം തന്നെ ആ കാരിക്കേച്ചറിനെ ഇത്ര മനോഹരമായി അവതരിപ്പിക്കാൻ തിലകനല്ലാതെ മറ്റാർക്ക് സാധിക്കും എന്നൊരു ചോദ്യം കൂടെയുണ്ട്. ഇനി കൂട്ടത്തിൽ പറയേണ്ടതാണ്, അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കഥാപാത്രമാണ് കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം അനവസരത്തിൽ ചായ നീട്ടിക്കൊണ്ട് ചെല്ലുന്ന കഥാപാത്രം. അപ്പോൾ ഗതികെട്ട് ഈ ഞെട്ടുന്ന അനന്തൻ നമ്പ്യാർ ചോദിക്കുന്നുണ്ട്, എടാ കുഞ്ഞിരാമ, നിന്നോട് ഞാൻ ചായ ചോദിച്ചോ? ഇത് വർഷങ്ങൾക്ക് ശേഷം TV-യിൽ ഈ സീനുകളൊക്കെ ആവർത്തിച്ച് കാണുമ്പോഴാണ് സാധാരണക്കാർക്ക് ഇതിലെ ഒരു നർമ്മം ബോധ്യപ്പെടുന്നത്. മറ്റൊന്ന് പവനായി ശവമായി. ഇതും നമ്മുടെ നിത്യജീവിതത്തിൽ പറയുന്നതാണ്. വലിയ പ്രതീക്ഷകളോടെ കൊട്ടിഘോഷിച്ച് സംഘടിപ്പിക്കുന്ന ഏത് കാര്യത്തിലും ആ ഫലം ഉണ്ടാകാതെ വരുമ്പോൾ, ഇതൊക്കെ തകർന്ന് തരിപ്പണമാകുമ്പോൾ നമ്മൾ പറയുന്ന ഒന്നാണ് പവനായി ശവമായി. വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഈ സീനിലെ തന്നെ, ഏതാടാ ദാസ ഈ അലവലാതി എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് പവനായി എന്ന PV നാരായണൻ എന്ന പവനായി, ക്യാപ്റ്റൻ രാജു ആണ് ആ വേഷം അവതരിപ്പിക്കുന്നത്. സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചു എന്ന് പറഞ്ഞ് ആ വലിയ ലൈറ്റ് ഹൗസിലേക്ക്
വിളിച്ചു വരുത്തുന്നു. ഏറ്റവും മുകളിലാണ്. അവിടെ ചെല്ലുമ്പോൾ ഇവരെ സ്വീകരിക്കുന്നത്, ദാസനെയും വിജയനെയും സ്വീകരിക്കുന്നത് ഇവർ CID കളാണെന്ന് ധരിച്ച് ഇവരെ കൊല്ലാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഈ പ്രൊഫഷണൽ കില്ലറായ പവനായി ഒരു പെട്ടി തുറന്ന് കാണിച്ചിട്ട് മെഷീൻ ഗണ്ണുണ്ട്, സാധാ കത്തിയുണ്ട്, തോക്കുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിലേത് വേണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇതൊന്നും മനസ്സിലാകാതെ വളരെ നിഷ്കളങ്കമായി ശ്രീനിവാസൻ്റെ കഥാപാത്രം മോഹൻലാലിൻ്റെ കഥാപാത്രത്തോട് ചോദിക്കുകയാണ്, ഏതാണ് ദാസ ഈ അലവലാതി എന്ന്. അപ്പോൾ ഈ പവനായി പറയുന്നുണ്ട്, ഐ ആം നോട്ട് അലവലാതി, ഐ ആം പവനായി. നിങ്ങൾ കാരണം മാനം പോയ ഒരു പ്രൊഫഷണൽ കില്ലർ. പലരും നമ്മുടെ ഈ പറയുന്ന കഥകളിലെ പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഈ കഥാപാത്രങ്ങളിലൂടെയൊക്കെ ഇപ്പോഴും ഒരു ചിരി നമ്മുടെ ചുണ്ടിലേക്ക് തരികയാണ്. ഇനി പവനായി മരിച്ചു, പവനായി കൊല്ലപ്പെട്ടു. അതിനുശേഷം താടിക്ക് കൈയും കൊടുത്ത് അധോലോക നായകൻ അനന്തൻ നമ്പ്യാരുടെ ഒരു ഇരിപ്പുണ്ട്. ആ ഇരിപ്പിൽ അദ്ദേഹം പറയുന്ന ഡയലോഗാണ്, പവനായി ശവമായി. എന്നിട്ട് ഒരു ദീർഘനിശ്വാസത്തിന് ശേഷം പറയുകയാണ്, എന്തൊക്കെ ബഹളങ്ങളായിരുന്നു, മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ഒലക്കയുടെ മൂട്. ഇതും തഗ്ഗുകളായി, ട്രോളുകളായി ജീവിതത്തിലെ പല സാഹചര്യങ്ങളെയും സൂചിപ്പിക്കാൻ നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ്. മറ്റൊന്ന്, ഈ നാടോടിക്കാറ്റ് എന്ന സിനിമ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായി മാറുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന 1-2 കാര്യങ്ങൾ കൂടി ചേർന്നതാണ്. അതായത് ശോഭനയുടെ കഥാപാത്രം താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്താണ് ദാസനും വിജയനും താമസിക്കുന്ന വാടക വീടും. അവിടെ ഒരു സന്ധ്യയ്ക്ക് ചെന്നിട്ട് ഒരു സഞ്ചിയും ഒരു കന്നാസും ഒക്കെ ആയിട്ട് ചെന്നിട്ട് വാതിലിനെ തട്ടിയിട്ട് പറയുകയാണ്, ഞാൻ ഈ മണ്ണെണ്ണ മേടിക്കാൻ പോയി, റേഷൻ കട ചെന്നപ്പം റേഷൻ കട അടച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണഗതിയിൽ ഒരു ഇത്തിരി മണ്ണെണ്ണ കടം വാങ്ങും പോലെ ചെന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം മണ്ണെണ്ണ കൊണ്ടു കൊടുക്കും. മീനയാണ് ശോഭനയുടെ അമ്മയുടെ കഥാപാത്രം. മണ്ണെണ്ണ കൊണ്ടു കൊടുത്തിട്ട് മണ്ണെണ്ണ വാങ്ങിച്ച് തിരിച്ചു പോയിട്ട് വീണ്ടും വന്ന് വാതിൽ തട്ടും. എന്നിട്ട് മോഹൻലാൽ പറയുന്നുണ്ട്, സത്യത്തിൽ ഞാൻ എന്തൊരു മണ്ടനാണ്, ഞാൻ മണ്ണെണ്ണ മേടിക്കാനല്ല വന്നേ, അരി, അതായത് ചുരുക്കത്തിൽ മണ്ണെണ്ണയില്ല, അരിയില്ല, പഞ്ചസാരയില്ല, ആ വീട്ടിലൊന്നുമില്ല, പട്ടിണിയാണ് ഈ 2 കഥാപാത്രങ്ങൾ എന്ന് സൂചിപ്പിക്കാൻ ശ്രീനിവാസൻ എത്ര നർമ്മത്തിലൂടെയാണ് ആ സാഹചര്യത്തെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. പട്ടണപ്രവേശത്തിലാണ് ഈ പറഞ്ഞ പോലെ ഇവർ വേഷം മാറി കേസ് പിടിക്കാൻ പോകുന്നു. അപ്പം 2 കുട നന്നാക്കലുകാരായിട്ട് കേസ് പിടിക്കാൻ പോകുന്ന സമയത്താണ്. അപ്പോൾ 2 പേർക്കും കുട നന്നാക്കാൻ അറിയില്ല സത്യത്തിൽ. പക്ഷേ ഇവർ കുട നന്നാക്കാനുണ്ടോ എന്നിങ്ങനെ നാടുനീളെ ഗ്രാമത്തിൽ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് വിളിക്കും, വാ കുട നന്നാക്കാനുണ്ട്. അപ്പോൾ അവിടെ കയറി ചെല്ലുന്ന സമയത്ത് ഒരു ഒടിഞ്ഞ കുട എടുത്തുകൊണ്ട് കൊടുക്കുക. സർവത്ര ഒടിഞ്ഞ് നശിച്ച ഒരു കുട. ഈ കുട എങ്ങനെ നന്നാക്കണമെന്നറിയാതെ ഈ കുടയും കൈ പിടിച്ചിട്ട് ആലോചിക്കുക. മോഹൻലാൽ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചു. എന്നിട്ട് അവസാനം ശ്രീനിവാസൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് നന്നാക്കി കൊടുക്കാൻ. അപ്പോൾ ശ്രീനിവാസൻ തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്, അത് നമ്മൾ കോൺസ്റ്റബിൾ അല്ലേ, നിങ്ങളല്ലേ SI, നിങ്ങളങ്ങ് നന്നാക്കി കൊടുക്കും. ഇത് പൊളിറ്റിക്സിൽ പോലും നമ്മൾ അടുത്തിടെ കണ്ട ഒരു കാഴ്ചയുണ്ട്. അതായത് അടുത്ത കാലത്താണ് VD സതീശനും കോൺഗ്രസിൻ്റെ നേതാവ്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും K സുധാകരൻ KPCC പ്രസിഡൻ്റായിരിക്കും. ഇവർ 2 പേരും കൂടെ പങ്കെടുത്തൊരു യോഗത്തിൽ ഇവർ തമ്മിൽ ഒരു വിഷയത്തിൽ ഒരു ഭിന്ന അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം നിൽക്കുന്ന സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകരെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിച്ചപ്പോൾ ഇംഗ്ലീഷിൽ ഉത്തരം പറയേണ്ടുന്നൊരു സാഹചര്യം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ K സുധാകരൻ KPCC പ്രസിഡൻ്റാണ്, കോൺഗ്രസിൻ്റെ കേരളത്തിലെ പരമോന്നത നേതാവാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ചോദിച്ച ചോദ്യത്തിന് K സുധാകരൻ ഒരല്പം ബുദ്ധിമുട്ടുന്നു എന്ന് തോന്നിയപ്പം സതീശൻ പറയും എന്ന മട്ടിൽ മൈക്ക് അങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കുന്നു. അപ്പോൾ VD സതീശൻ അതുപോലെ തിരിച്ച് നീക്കി വെച്ച് കൊടുക്കുന്നു. നിങ്ങൾ പറഞ്ഞോ എന്നുള്ള തരത്തിൽ പറയുകയാണ്. അവിടെ വ്യാപകമായി നമ്മൾ കണ്ട ഒരു ട്രോളാണ്, നമ്മൾ കോൺസ്റ്റബിൾ അല്ലേ, നിങ്ങളല്ലേ SI. ഇത് പൊളിറ്റിക്സിലും ജീവിതത്തിലുമൊക്കെ എത്രയോ ഇടത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അക്കരെ 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 എന്ന സിനിമ, മീനവിയൽ എന്തോ ആയോ എന്നൊരു ചോദ്യമുണ്ട്. അതായത് കേസ് അന്വേഷിക്കാൻ അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു, CID കളെ വിടാൻ തീരുമാനിച്ചു. പക്ഷേ ശ്രീനിവാസനെ കൊണ്ടുപോകാൻ തീരുമാനമില്ല. DGP തീരുമാനിച്ചിരിക്കുന്നത് ദാസൻ മാത്രം, അതായത് മോഹൻലാലിൻ്റെ കഥാപാത്രം മാത്രം പോയാൽ മതി എന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതോടെ അതുവരെ മോഹൻലാലിൻ്റെ കഥാപാത്രത്തോട് ഒരു ബഹുമാനവും ഇല്ലാതെ പെരുമാറിക്കൊണ്ടിരുന്ന ശ്രീനിവാസൻ്റെ കഥാപാത്രം ഇയാളെ എങ്ങനെയെങ്കിലും പ്രീതിപ്പെടുത്തി ഇയാളുടെ റെക്കമെൻഡേഷനോടെ അമേരിക്കയ്ക്ക് പോകാം എന്ന് സ്വപ്നം കാണുന്നു. അതാണ് ഒരു ദിവസം പെട്ടെന്ന് ലീവ് എടുത്ത് നേരെ വീട്ടിലേക്ക് വന്ന് മോഹൻലാൽ തിരിച്ച് അമേരിക്കയ്ക്ക് പോകാനുള്ള ഡ്രസ്സും ഒക്കെയായി വരുന്ന സമയത്താണ് കയ്യിൽ തവിയും ഒക്കെ ആയിട്ട് വന്നിട്ട് ശ്രീനിവാസൻ നിൽക്കുന്നത്. നിനക്ക് ഇഷ്ടപ്പെട്ട മീനവികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, നീ പറഞ്ഞ DGP കേൾക്കും, എന്നെ കൂടെ വിടും. അപ്പം മോഹൻലാൽ പറയുന്നുണ്ട്, ഇല്ല ഞാൻ പറയില്ല. പെട്ടെന്ന് നമ്മുടെ വീട്ടമ്മമാരൊക്കെ സ്വാഭാവികമായി പറയുമ്പോൾ ഈശ്വര മീനവിയൽ എന്തോ ആയോ എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടുന്ന ഒരു സീൻ. അപ്പം നമുക്ക് കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ ഒരാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അത്തരം ചില സാഹചര്യങ്ങളിൽ നമുക്കറിയാം ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഈ മോഹൻലാലിൻ്റെ കഥാപാത്രത്തോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് മീനവിയൽ ഇഷ്ടമായതുകൊണ്ടോ അല്ല, മറിച്ച് ഇയാൾക്കൊരു കാര്യം ഇവിടെ സാധിക്കാനുണ്ട്. അതുകൊണ്ട് ഇയാൾ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിന് ഇഷ്ടമുള്ള മീനവിയൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ അമേരിക്കയിൽ ചെല്ലുമ്പോൾ പാർവതിയുടെ കഥാപാത്രത്തെ ശ്രീനിവാസൻ്റെ കഥാപാത്രം കയറി
കയറി അങ്ങ് പ്രേമിക്കും. അപ്പോൾ അവസാനം പാർവതി ഇയാളോട് തുറന്നങ്ങ് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് സ്നേഹമൊന്നുമില്ല, നിങ്ങളോട് എനിക്ക് അങ്ങനെയുള്ള ഒരു അനുതാപം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് നിരാശനായി സങ്കടപ്പെട്ട് ശ്രീനിവാസൻ പറയുന്നൊരു ഡയലോഗാണ്, അല്ലെങ്കിലും ഈ സൗന്ദര്യമില്ലാത്ത ആണുങ്ങളെ ആങ്ങളമാരെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പെണ്ണുങ്ങളുടെ സ്ഥിരം ഏർപ്പാടാണ് എന്ന്. അതായത് ഒരുപാട് കോംപ്ലക്സുകളുള്ള മനുഷ്യരുണ്ട്. ശ്രീനിവാസൻ്റെ കഥാപാത്രം അത് ശ്രീനിവാസൻ അഭിനയിക്കുന്ന സിനിമകളിൽ ഉടനീളം അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ചും പറയുന്നുണ്ട്, ഞാൻ സൗന്ദര്യമില്ലാത്ത ആളാണ് എന്നുള്ളത് കൊണ്ടാണ് എന്നോട് പാർവതിയുടെ കഥാപാത്രത്തിന് ഒരു ഇഷ്ടമില്ലാത്തത്, അതുകൊണ്ടാണ് എന്നെ ആങ്ങള എന്നൊതുക്കി അങ്ങനെ സ്നേഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതും ഈ പറഞ്ഞതുപോലെ ഈ പ്രേമിക്കാനൊക്കെ പോകുന്ന ആൾക്കാർക്കറിയാം, ഇത്തിരി കോംപ്ലക്സൊക്കെ ആയിട്ട് തെളി കറുത്തെന്നോ അല്ലെങ്കിൽ പൊക്കം കുറഞ്ഞെന്നോ ഒക്കെയുള്ള കോംപ്ലക്സുകളൊക്കെ ആയിട്ട് ഭംഗിയുള്ള പെൺകുട്ടികളെ പ്രേമിക്കാൻ പോകുന്ന സമയത്ത് പലപ്പോഴും അവർ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു മറുപടിയുടെ ഭാഗമാണിത്. ഇത് അന്നും ഇങ്ങനെയാണ്, ഇന്നും ഇങ്ങനെയാണ്, നാളെയും അങ്ങനെ ആയിരിക്കും എന്നൊരു കാര്യം കൂടെ ഉണ്ട്. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്ന പാട്ട് ഹിറ്റാണ്. ആ പാട്ട് നമുക്കറിയാം. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കഥ പറയുമ്പോൾ ആണ് സിനിമ. ഇതിൽ മറ്റൊരു പാട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സലിംകുമാറിൻ്റെ പൊതുശല്യം ആയിട്ടുള്ളൊരു കവിയുണ്ട്. ആ കവി വന്ന് പാടുന്ന കവിതകൾ, ആ കവിതയെ ശ്രീനിവാസൻ ആവിഷ്കരിച്ചിരിക്കുന്ന രീതി ഒന്ന് സലിംകുമാറിൻ്റെ റബ്ബർ കവിതയാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്ന കവിത എഴുതിയിരിക്കുന്നത് അനി പരച്ചൂരാനായിരിക്കാം, പക്ഷേ സലിംകുമാറാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുകയാണ്, പാലായിലുള്ളവർക്ക് പാലാണ് റബ്ബർ, ഇവിടെ പലരുടെയും നട്ടൽ റബ്ബർ. ഈ കവിതയ്ക്കകത്തുള്ള വരിയാണ്. അത് മാത്രമല്ല, ഈ ചായക്കടയിൽ വന്ന് സലിംകുമാർ തൻ്റെ കവിത ചൊല്ലാനുള്ള ശ്രമത്തിലാണ്. കവികൾക്ക് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്, തൻ്റെ കവിത നാട്ടുകാരെ ഒന്ന് ചൊല്ലി കേൾപ്പിക്കണം, അവരുടെ കയ്യിൽ നിന്ന് ക്ലാപ്പ് വാങ്ങിക്കണം, വരുന്നത് തന്നെ ഇവിടുന്ന് കിട്ടിയ ഒരു മാലയൊക്കെ ഇട്ടുകൊണ്ടാണ്, സ്വീകരണം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കഥ പറയാൻ പോവാണ്. അപ്പോൾ ഈ കവിത അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങുന്ന സമയത്ത് ഈ ചായക്കടയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഒന്നൊന്നായിട്ട് പല വഴിക്ക്, കാര്യം അവർക്ക് സഹിക്കാൻ വയ്യ, പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ പിന്നെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, അപ്പോൾ പിന്നെ ദേവസി ഞങ്ങളങ്ങോട്ട് എന്ന് പറയുന്ന ഉടനെ ദേവസി പറയുന്നുണ്ട് ഇവിടെ നിന്നിട്ട്, ഇരിക്കുന്നേ ഇത് സുനാമി വന്നിട്ട് നമ്മൾ സഹിച്ചില്ലേ. അതായത് ഈ കവിത സുനാമിയായിട്ടാണ്, അത് സഹിക്കാൻ പറ്റാത്ത ഒന്നായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ സാഹിത്യം എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത് വെച്ച് ഈ അരസാഹിത്യവും അരമുറി സാഹിത്യവും കൊണ്ട് ജീവിക്കുന്ന മലയാളത്തിലെ അല്ലെങ്കിൽ എവിടെയുമുള്ള ഒരുപാട് ആൾക്കാർക്കിട്ട് നല്ല കുത്താണ് ഈ കൊടുക്കുന്നത്. ഇതേ സംഗതി തന്നെ അഴകിയ രാവണൻ എന്ന സിനിമയിൽ ശ്രീനിവാസൻ ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രീനിവാസനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. അതിലെ നോവലിസ്റ്റ് KP അംബുജാക്ഷൻ എന്ന കഥാപാത്രം, അദ്ദേഹം നാട്ടുപുറത്തെ ഒരു തയ്യൽക്കാരനാണ്. അദ്ദേഹം നോവൽ എഴുതുന്ന ആളുമാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടൊരു നോവലുണ്ട്, അതിൻ്റെ ഒരു കോപ്പി എപ്പോഴും കയ്യിൽ വെച്ചിരിക്കുകയും ചെയ്യും. ആർക്കെങ്കിലും കണ്ടാൽ കൊടുക്കുക എന്നുള്ളതാണ്. അയാൾ സ്വയം പരിചയപ്പെടുത്തുന്നതും നോവലിസ്റ്റായിട്ട് തന്നെയാണ്. അപ്പോൾ കുട്ടിശങ്കരൻ എന്ന ഇന്നത്തെ കോടീശ്വരനായ ശങ്കർദാസ് ആ നാട്ടിലേക്ക് വരുന്നു. ആ നാട്ടിൽ വന്ന് അയാളെ കാണാൻ പലരും ചെല്ലുന്നു. അപ്പം ഈ നോവലിസ്റ്റ് അറിയുന്നുണ്ട് ഇയാളെ കാണാൻ ചെല്ലുന്നവർക്കെല്ലാം അവിടെ 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഈ 100 രൂപ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയെ കാണാൻ ആ ബംഗ്ലാവിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കൊച്ചിൻ ഹനീഫയാണ് സ്വീകരിക്കുന്നത്. കൊച്ചിൻ ഹനീഫ ചോദിക്കുന്നത് ആരാ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ വരുന്നവർക്കെല്ലാം 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. അതിന് എൻ്റെ 100 രൂപയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു എന്നാണ് തിരിച്ചുള്ള മറുപടി. ശ്രീനിവാസൻ വീണ്ടും ചോദിക്കുന്നു, ഈ 100 രൂപ എന്നും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നും ഇങ്ങോട്ട് വരണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ന്. ഇയാളൊരു നോവലിസ്റ്റാണ്, അതേസമയം ഇയാളൊരു 100 രൂപ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് എന്നും വേണേൽ കയറി ചെല്ലും, അതിനുവേണ്ടി പുള്ളി തയ്യാറാണ്. അപ്പോൾ ഒരു പരിഹാസം എന്നോണം കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം പറയുന്നത് ഇന്നും ഇങ്ങോട്ട് വരണമെന്നില്ല, അഡ്രസ്സ് ഇങ്ങ് തന്നാൽ അങ്ങോട്ട് അങ്ങ് അയച്ചു തരാമെന്ന്. യാതൊരു ഭാവഭേദവും ഇല്ലാതെ ശ്രീനിവാസൻ്റെ കഥാപാത്രം അപ്പോഴേ പറയുന്നു, KP അംബുജാക്ഷൻ, നോവലിസ്റ്റ്, അംബുജ് ടൈലേഴ്സ്, തായങ്കരി, ഇതാണ് അഡ്രസ്സ്. അതിനുശേഷം മമ്മൂട്ടിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് തൻ്റെ കൂട്ടുകാരനായിരുന്ന ആളാണ്. അയാളെങ്കിൽ അകത്തേക്ക് വിളിക്കാൻ പറയുന്നു. അകത്ത് കയറി ഒരു നാടകീയ രംഗം ഒരുക്കി മമ്മൂട്ടി ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ചോദിക്കുന്നു, ഭീഷണിപ്പെടുത്തി നിനക്ക് പൈസ വേണോ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് തിരിച്ചുള്ള മറുപടി, വിടൂ എനിക്ക് നോവൽ എഴുതാൻ സമയമായി എന്നുള്ളതാണ്. അപ്പം ഇനി നീ നോവൽ എഴുതുമെന്ന് ചോദിക്കുന്ന സമയത്ത് എഴുതത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ അരമുറി സാഹിത്യകാരന്മാർക്കിട്ട് നല്ല കൊട്ടാണ് ഈ പറഞ്ഞ ഇത്. മറ്റൊന്ന്, ഈ സിനിമാ ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഒരു സിനിമയുടെ കഥ പറയുകയാണ് ശ്രീനിവാസൻ സ്വന്തമായി. അതായത് KP അംബുജാക്ഷൻ എഴുതിയ ഒരു കഥ സിനിമയാക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പം ആ കഥയിൽ ഒരു നോവലിസ്റ്റാണ് നായകൻ, അതായത് ഞാൻ തന്നെ, അതായത് ശ്രീനിവാസൻ്റെ കഥാപാത്രം തന്നെ. അപ്പം ഒരു ഗ്രാമത്തിലൊരു വിറവ് വീട്ടുകാരൻ്റെ മകൾ സുമതി, ഇതൊക്കെയാണ് കഥാപാത്രങ്ങൾ. അപ്പോൾ നോവലിസ്റ്റിന് ഒരു അവാർഡ് കിട്ടുന്നു. ആ 1 ലക്ഷം രൂപയുടെ അവാർഡാണ് കിട്ടുന്നത്. ആ 1 ലക്ഷം രൂപ കൊണ്ട് അയാളൊരു വലിയ ബംഗ്ലാവ് പണിയുന്നു. അപ്പോൾ തന്നെ സൈഡിൽ നിന്ന് കൊച്ചിൻ ഹനീഫയുടെ ഡയലോഗ്, 1 ലക്ഷം രൂപയ്ക്ക് ഒരു കോഴിക്കോട് പണിയാം എന്ന്. അതായത് അക്കാലത്തെ 1 ലക്ഷം രൂപയുടെ വാല്യൂ എന്താണെന്ന് ഇന്നും ആ സിനിമ കാണുന്നവർക്ക് അത് മനസ്സിലാകും. ഇങ്ങനെ അവിടെയും ഇവിടെയുമായി പല കാര്യങ്ങളും ജീവിതവുമായി ചേർന്ന്, ജീവിതത്തിൻ്റെ ചെലവുകളുമായി ചേർന്ന് ശ്രീനിവാസൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കഥ എൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ശ്രീനിവാസൻ്റെ കഥാപാത്രം പറയുന്ന ആ കഥ, വേറെ വീട്ടുകാരൻ്റെ മകൾ സുമതി, ടൈലർ, ഈ കഥയുടെ അവസാനം പറയുന്നുണ്ട് അവിടെ പാലുകാച്ച്, ഇവിടെ കല്യാണം, ഇവിടെ കല്യാണം, അവിടെ പാലുകാച്ച്. ഇത് നമ്മൾ നിത്യജീവിതത്തിൽ
പലയിടത്തും എടുത്തുപയോഗിക്കാറുണ്ട്. മറ്റൊന്ന്, ഈ പൊങ്ങച്ച സഞ്ചികളെ ഏറ്റവും നന്നായി അടികൊടുത്തിരുത്തിയ സിനിമയാണ് ഈ പറഞ്ഞ അഴകിയ രാവണൻ. അതിൽ ഈ പൊങ്ങച്ചക്കാരനായ ശങ്കർദാസ് അയാൾ വിമാനത്തിൽ വന്ന കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു വിമാനത്തിൽ, ഞാൻ പക്ഷേ അയാളെ മൈൻഡ് ചെയ്യാൻ പോയില്ല എന്ന് വലിയ പൊങ്ങച്ചത്തിൽ പണക്കാരനായ ശങ്കർദാസ് പറയുന്നു. തൊട്ടിപ്പുറത്ത് താഴെ ഇരിക്കുന്ന ഒരു കരയോഗം പ്രസിഡൻ്റായ ഇന്നസെൻ്റാണ്. ഇന്നസെൻ്റ് പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ എനിക്കൊരു കേന്ദ്രമന്ത്രിയായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു, പക്ഷേ അയാൾ മരിച്ചപ്പോൾ പോകാൻ പറ്റിയില്ല. അതെന്താ പോകാഞ്ഞെന്ന് ചോദിക്കുമ്പം അന്ന് മാപ്രാണം കരയോഗത്തിൻ്റെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന ശ്രീനിവാസൻ സിനിമയാണ് സന്ദേശം. ഒരുപക്ഷെ പറഞ്ഞാൽ തീരുമോ എന്ന് സംശയമാണ്. ഈ സന്ദേശം സംബന്ധിച്ച് ശ്രീനിവാസൻ്റെ മരണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലും അതുപോലെ മാധ്യമങ്ങളിലുമൊക്കെ വന്ന ഒരു ചർച്ച സന്ദേശം സിനിമ ആരെ പരിഹസിച്ചുകൊണ്ടുള്ളതാണ് എന്നാണ്. അത് ഇടതിനെയാണോ വലതിനെയാണോ? സൂക്ഷ്മമായി നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഇടതിനെയും വലതിനെയും ഒരുപോലെ പരിഹസിക്കുകയും ആക്ഷേപഹാസ്യത്തിലൂടെ പരിഷ്കരണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സിനിമയാണ് എന്ന്. പോളണ്ടിനെ പറ്റി ഇവിടെ മിണ്ടരുത് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും പോളണ്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു സംഗതിയുണ്ട്. അത് സഖാക്കന്മാർക്ക് പറയാൻ, മറ്റുള്ളവരോട് പറയാനോ ചർച്ച ചെയ്യാനോ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് എന്ന്. മറ്റൊന്ന്, താത്വികമായ അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് തോറ്റ ശേഷമുള്ള അവലോകന യോഗത്തിൽ പാർട്ടിയുടെ താത്വികാചാര്യനായ കുമാരപിള്ള സാറ് പറയുന്നു. അതിനുശേഷമുള്ള വരികൾ വളരെ പ്രസിദ്ധമാണ്. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര ശക്തമായിരുന്നു. ഇന്നും അത് തന്നെയാണല്ലോ പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു കഴിയുമ്പോൾ അല്ലെങ്കിൽ ജയിച്ചു കഴിയുമ്പോൾ ഉള്ള അവലോകനത്തിൽ പറയുന്നത് വർഗീയവാദികളുമായി അവർക്ക് അന്തർധാരയുണ്ടായിരുന്നു. ആ അന്തർധാര എത്ര വർഷം മുമ്പ് സിനിമയിൽ എത്ര ശക്തമായി ശ്രീനിവാസൻ ഒട്ടിച്ചു വെച്ചു എന്ന് നമ്മൾ ആലോചിക്കുക. മറ്റൊന്ന്, ഉത്തമൻ മിണ്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതായത് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് പറയുമ്പോൾ കുമാരപിള്ള സാർ പറഞ്ഞ ഈ മറുപടി വിഘടനവാദികളും പ്രതിക്രിയാവാദികളും. അപ്പോൾ ഗോപി കൊട്ടാരക്കരയുടെ കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഇതെങ്കിലും ലളിതമായിട്ട് പറഞ്ഞാൽ പോരെ, ഈ വിഘടനവാദവും പ്രതിക്രിയാവാദകവും ഒക്കെ പറയേണ്ട കാര്യമുണ്ട്, നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ എഴുന്നേറ്റ് താക്കീതിയാണ്, ഉത്തമൻ മിണ്ടാതിരിക്കുക, പാർട്ടി ക്ലാസ്സുകൾക്ക്, പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകൾക്ക് വരാത്തത് കൊണ്ടാണ് ഉത്തമൻ ഇതൊന്നും മനസ്സിലാകാത്തത്. അപ്പോൾ തിരിച്ച് ഉത്തമൻ ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ കോട്ടപ്പള്ളി ഒന്ന് പറ. അപ്പോൾ പറയുന്നു, കുമാരപിള്ള സാർ നമ്മുടെ താത്വികാചാരനാണ്, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതിനെയാണ് ഫാസിസ്റ്റ് നിലപാടുകൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇടത് പാർട്ടികൾക്ക് പോലുമുള്ള ഉൾപാർട്ടി ജനാധിപത്യമില്ലായ്മ അല്ലെങ്കിൽ ജനാധിപത്യമില്ലായ്മ എത്ര ശക്തമായും എത്ര ലളിതമായും ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് കാണുക. നമുക്കറിയാം, പാർട്ടിക്ക് അകത്തു പോലും ചോദ്യം ചെയ്യുന്നത് പലർക്കും പല പാർട്ടികൾക്കും ഇന്ന് സാധിക്കുന്ന ഒന്നല്ല. മറ്റൊന്ന്, സഖാവ് പെണ്ണ് കാണാൻ പോകുമ്പോൾ ഉള്ള കാര്യമാണ്. അതായത് പെൺകുട്ടിയെ കണ്ടിട്ട് പെൺകുട്ടിയോട് പറയുന്നത് ഈ വളരെ ലളിതമായിരിക്കും ഞങ്ങളുടെ വിവാഹം, വലിയ ആർഭാടമൊന്നും ഉണ്ടാവില്ല, ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് ഒരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അപ്പോൾ സഖാക്കൾ മുദ്രാവാക്യം വിളിക്കും, പിന്നെ ഒരു നാരങ്ങ വെള്ളം. പിന്നെ ഈ പെണ്ണിനോട് നേരത്തെ തന്നെ പറയുകയാണ്, ഞാൻ പലപ്പോഴും ഒളിവിലായിരിക്കും, വെടിയുണ്ടകൾക്ക് നേരെ വിരിമാറ് കാണിക്കേണ്ടി വരും. ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അക്കാലത്തെ ഒരു ഇടത് ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന്, ഈ പെണ്ണ് കേസിൽപ്പെടുത്തുക എന്നുള്ളത്. അതായത് ഈ കുമാരപിള്ള സാറ് പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ മറ്റേ പാർട്ടിയിൽ കൊള്ളാവുന്ന ചെറുപ്പക്കാരും വല്ലതും ഉണ്ടെങ്കിൽ അവനെ നമുക്ക് ഒതുക്കാൻ ഈ പറഞ്ഞ പോലെ വല്ല പെണ്ണ് കേസിൽ പെടുത്തിയാൽ മതി എന്ന് കുമാരപിള്ള സാറ് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോൺഗ്രസ്സുകാരെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒന്നാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ വലതുപക്ഷ സംവിധാനങ്ങൾ, യശ്വന്ത് സഹായിജിയുടെ കേരള യാത്ര, ഇന്നസെൻ്റ് ആണ് കഥാപാത്രം. അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്ന് വരികയാണ്. അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്ന് വന്നിട്ട് ഈ കോട്ടപ്പള്ളിയുടെ വീട്ടിലേക്ക്, അതായത് രണ്ട് വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തകർ ജീവിക്കുന്ന തിലകൻ്റെ വീട്ടിലേക്ക്, ജയറാമിൻ്റെ കഥാപാത്രവും ശ്രീനിവാസൻ്റെ കഥാപാത്രവും ജീവിക്കുന്ന തിലകൻ ഉടമയായ ആ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് നാരിയൽക്ക പാനി വേണം, അതായത് കരിക്കിൻ വെള്ളം വേണം. അപ്പോൾ അദ്ദേഹം അറിയാവുന്ന ഭാഷയിലൊക്കെ പറഞ്ഞു നോക്കി, നാരിയൽക്ക പാനി ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ മാമുക്കോയുടെ കഥാപാത്രം ഒന്ന് ചോദിക്കുന്നുണ്ട്, KPC എന്നോ CPC എന്നോ അങ്ങനെ എന്തോ ആണ് കഥാപാത്രത്തിൻ്റെ പേര്. ഈ നാരിയൽക്ക പാനി ഇവിടെ ഇപ്പോൾ അർത്ഥം അറിയാവുന്ന ആരും ഇല്ലേ, വിദ്യാഭ്യാസമുള്ള ആരും ഇല്ലേ നമ്മുടെ പാർട്ടിയിലെന്ന്. അപ്പോൾ ഒരാൾ വന്ന് പറയുന്നുണ്ട്, നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നാ. അപ്പോൾ പറയുന്നത് റാം റാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, യശ്വന്ത് സഹായിജി. എന്തായാലും അത് തേങ്ങാവെള്ളമാണ് എന്ന് മനസ്സിലാകുന്നു. അവസാനം ഈ യശ്വന്ത് സഹായിജിയെ കൊണ്ട് ശ്രീനിവാസൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹിന്ദി അറിയില്ല എന്നുള്ളത് കൊണ്ടാണ്, ചാമ്പൂർണ ചാച്ചരത. വളരെ പരിഹാസത്തിലും പുച്ഛത്തിലുമാണ് അത് പറയുന്നത്. അതായത് തുടക്കം തൊട്ട് ഒടുക്കം വരെ ഉടനീളം കേരളത്തിലെ ഇടത് വലത് സംവിധാനങ്ങളെ അടിമുടി പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ഇന്നും തുടരുന്ന ട്രോളുകൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു സന്ദേശം. സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചിലത് കണ്ട് പഠിക്കാം, ചിലത് കണ്ട് പഠിക്കരുത് എന്നുകൂടെ തോന്നിപ്പിക്കാൻ ആ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. ശ്രീനിവാസൻ അന്തരിച്ചപ്പോഴും ആ സന്ദേശം അങ്ങനെ ബാക്കി നിൽക്കുകയാണ്. മറ്റൊന്ന്, ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ശ്രീനിവാസൻ രണ്ടാമത് സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരു പണിക്കും പോകാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരാൾ, അതേസമയം അധ്യാപകനാണ് അയാൾക്കുള്ള ജോലി മാറ്റിവെച്ച് അയാൾ സിനിമ പിടിക്കാൻ പോവുകയാണ്, അയാൾ പരസ്യചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ പോവുകയാണ്, ഒന്നിലും ഉറയ്ക്കുന്നില്ല, എന്നാൽ അയാൾ എന്തൊക്കെയോ ചെയ്യുന്നുമുണ്ട്.
പ്രധാന പണി കൂട്ടുകാരും ഒക്കെ ആയിട്ട് ചേർന്ന് കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് നടക്കുക എന്നുള്ളതാണ്. കുടുംബജീവിതത്തെ പറ്റി അയാൾക്ക് യാതൊരു ധാരണകളുമില്ല. ശമ്പളം കിട്ടും, അതുകൊണ്ട് വീട്ടിൽ പോകണം, ഭാര്യ എങ്ങനെ ജീവിക്കുന്നു, മക്കൾ എങ്ങനെ ജീവിക്കുന്നു, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ മുന്നോട്ട് പോകണം, ഇതൊന്നും അയാൾക്ക് ഒരു വിഷയമേ അല്ല. അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യൻ വിജയൻ മാഷ്. ഈ വിജയൻ മാഷ് പരസ്യം ചിത്രം പിടിക്കാൻ പോകുന്ന സമയത്താണ് ഈ ക്യാമറമാൻ ചോദിക്കുന്നത് ക്യാമറ എവിടെ വെക്കണം. ആ ചോദ്യത്തിൻ്റെ അർത്ഥം ആ ക്യാമറയുടെ ഫ്രെയിമിൽ വരേണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് അയാളുടെ ഫ്രെയിമിൽ വേണ്ടത്, സംവിധായകൻ ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ആ ചോദ്യം പോലും മനസ്സിലാകാതെ ശ്രീനിവാസൻ്റെ കഥാപാത്രം പറയുന്നുണ്ട് ക്യാമറ ഏതായാലും ഇവിടെ വെക്കണ്ട, കുറച്ചങ്ങോട്ട് നീക്കി വെച്ചോളൂ എന്ന്. അതെന്താണ് ഈ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥമെന്ന് പോലും അറിയാതെ ആ പ്രൊഫഷനിൽ ചെന്നിരിക്കുകയാണ് ഈ പറഞ്ഞ വിജയൻ മാഷ് എന്ന യാതൊരു പണിയും ചെയ്യാത്ത, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾ. ക്യാമറ നടിക്കുളത്തിലേക്ക് ചാടുമ്പോൾ ക്യാമറയും കൂടെ ചാടട്ടെ എന്ന് പറയുന്ന വിവരക്കേടും അതേ സീനിൽ തന്നെ, അല്ലെങ്കിൽ അതിന് പിന്നാലെ തന്നെ പറയുന്നുണ്ട്. അതുപോലെ ഇയാൾ ശബരിമല പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇയാൾക്ക് വേണ്ടിയിട്ട് വ്രതം മുറിക്കാൻ വേണ്ടി മീൻകറിയും ഇറച്ചിക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇയാൾ അത് അതോടെടുത്ത് മുറ്റത്തെറിഞ്ഞിട്ട് പറയുകയാണ് ഇവിടെ ഇനി മീൻകറിയും പാടില്ല, ഇറച്ചിയും പാടില്ല, ഇവിടെ ഇനി ഭക്തി മാത്രമേ പാടുള്ളൂ എന്നും. ഭാര്യ ഇയാൾക്കെതിരെ തിരിയുമ്പോൾ ഇയാൾ മക്കളെ സ്വാധീനിച്ച് മക്കളോട് പറയുകയാണ്, അച്ഛൻ വീട്ടിൽ വരുമ്പോൾ അച്ഛൻ ഇപ്പം ഇറങ്ങി പോവാണെന്ന് പറയും, അപ്പോൾ പറയണം അയ്യോ അച്ഛാ പോവല്ലേ എന്ന് മക്കൾ പറയണം. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അച്ഛനെ വേണം, അതുകൊണ്ട് അമ്മ അച്ഛനെ പോകാൻ വിടില്ല എന്നുള്ളതാണ്. ഈ അയ്യോ അച്ഛാ പോകല്ലേ വളരെ ഹിറ്റായി മാറി. മറ്റൊന്ന്, നന്നാകാൻ സമ്മതിക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ. ഇയാൾ അത് കഴിഞ്ഞ് നന്നാകാൻ ശ്രമിക്കുമ്പോഴും സിദ്ദിഖിൻ്റെയൊക്കെ കഥാപാത്രം ഈ പറഞ്ഞതുപോലെ ഇഷ്ടികക്കളത്തിൽ മദ്യക്കുപ്പിയൊക്കെ ആയിട്ട് ഇയാളെ വീണ്ടും എന്ന് വിളിക്കുന്നുണ്ട്, പ്രലോഭിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നന്നാകാൻ സമ്മതിക്കാത്ത കുറച്ച് സുഹൃത്തുക്കൾ കൂടെ ഉണ്ട് ഇത്തരക്കാർക്ക് എന്നുകൂടി പറയുന്നുണ്ട്. ഇനി ഇതിനൊക്കെ അപ്പുറത്ത് സംഗീതയുടെ കഥാപാത്രം, അതായത് ശ്യാമള എന്ന കഥാപാത്രം ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർ ഭർത്താവിൻ്റെ വരുമാനത്തിൽ, ഭർത്താവിൻ്റെ നിഴലിൽ ആ വീട്ടിൽ വെച്ചുണ്ടാക്കി ജീവിച്ചിരുന്ന ഒരു സ്ത്രീ. ഇയാൾ വീട്ടിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് ഇയാളെ കൊണ്ട് ഇനി കൊള്ളില്ല, ഇയാൾ കുടുംബം നോക്കാത്ത ആളാണ് എന്ന് മനസ്സിലാകുന്ന ഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി അവർ പെടുന്നൊരു പെടാപ്പാടുണ്ട്. അതിനുശേഷം അവർ സ്വയം പര്യാപ്തത നേടുന്നു എന്നുള്ളത് ആ സിനിമയിലെ വലിയൊരു സന്ദേശമാണ്. അവർക്ക് തയ്യലറിയാം, അവർ തയ്ക്കാൻ തുടങ്ങുന്നു, തയ്ച്ച മെറ്റീരിയൽസ് പുറത്തേക്ക് കൊടുക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അത് വിറ്റുപോകാൻ ചിലർ സഹായിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീ, ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയുടെ വലിയൊരു സന്തോഷമാണ്. അതേസമയം അതിൽ ഈ പറഞ്ഞതുപോലെ ധാരാളം ട്രോളുകളുമുണ്ട്. വടക്ക് നോക്കി യന്ത്രം പറയാതിരിക്കാനേ പറ്റില്ല. ശ്രീനിവാസൻ ആദ്യം സംവിധാനം ചെയ്ത സിനിമയാണ്. സംശയാലുവായ ഒരു ഭർത്താവ്. മനഃശാസ്ത്രജ്ഞന് കത്തെഴുതുന്ന ഈ ചെറുപ്പക്കാരിൽ നിന്നാണ് ആ സിനിമ തുടങ്ങുന്നത്. അതായത് അയാളുടെ ജീവിതത്തിൽ അയാൾക്കൊരു ആത്മവിശ്വാസവുമില്ല. ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അയാൾ മനഃശാസ്ത്രജ്ഞനെ പങ്ക്തിയിലേക്ക് കത്തെഴുതുകയാണ് ചെയ്യുന്നത്. ഇയാളൊരു പ്രിൻറ്റിംഗ് പ്രസ് നടത്തുകയാണ്. തളത്തിൽ ദിനേശൻ എന്നാണ് പേര്. വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നു. അതിനുശേഷം ഇയാളൊരു പ്രത്യേക രീതിയിലേക്ക് മാറുകയാണ്. എങ്ങനെയാണ് ഭാര്യയെ സ്നേഹിക്കേണ്ടതെന്നോ ഭാര്യയുടെ ബഹുമാനം നേടേണ്ടതെന്നോ ഇയാൾക്ക് യാതൊരു അറിവുമില്ല. അതിന് ഇയാൾ പലയിടത്തു നിന്നും വിവരങ്ങൾ നേടുകയാണ്. ഈ എപ്പോഴും കൂടെ സഹകരിക്കുന്ന ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഈ ഭാര്യയുടെ വിശ്വാസങ്ങളെ പുള്ളി തിരുത്തുന്നുണ്ട്. അതായത് സിനിമാ അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ അന്തസ്സില്ലാത്ത പണിയാണ്, പ്രിൻറ്റിംഗ് പ്രസ് നടത്തുന്നതാണ് അന്തസ്സുള്ള പണി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഭാര്യ എപ്പോഴോ പറഞ്ഞു മദ്യപിക്കുന്നതൊന്നും വലിയൊരു പ്രശ്നമൊന്നും അല്ലല്ലോ, എൻ്റെ അമ്മാവനൊക്കെ മദ്യപിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ച സമയത്ത് ഇയാളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ചിന്ത വന്നു, ഓഹോ മദ്യപിച്ചാൽ ഭാര്യയുടെ ബഹുമാനം നേടാം. ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാൻ പോകുന്നിടത്താണ് വലിയൊരു പ്രശ്നം. അതായത് മാമുക്കോയുടെ ഫോട്ടോഗ്രാഫർ കഥാപാത്രം പറയുന്നുണ്ട് സ്മൈൽ. ഇയാൾ കറുത്തതാണ്. ഇയാളുടെ കോംപ്ലക്സ് ഇങ്ങനെയാണ് ശ്രീനിവാസൻ്റെ കഥാപാത്രത്തിൻ്റെ, തളത്തിൽ ദിനേശൻ്റെ. ഞാൻ കറുത്തതാണ്, എനിക്ക് പൊക്കക്കുറവാണ്, എന്നേക്കാൾ വെളുത്ത് ഭംഗിയുള്ള ആളാണ് പാർവതിയുടെ കഥാപാത്രം, എന്നേക്കാൾ പൊക്കമുണ്ട്. അപ്പോൾ ഫോട്ടോയിലിരിക്കുന്ന സമയത്ത് എനിക്ക് പൊക്കം കുറവാണെങ്കിൽ അതൊരു കോംപ്ലക്സ് അല്ലേ, അതുകൊണ്ട് കൃത്യസമയത്ത് അന്ന് എത്തി നോക്കി പൊക്കം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള പ്ലാനിലൊക്കെയാണ് നിൽക്കുന്നത്. ചിരിക്കാൻ പറയുമ്പോൾ സ്മൈൽ എന്ന് മാമുക്കോയുടെ കഥാപാത്രം പറയുന്ന സമയത്ത് എന്ന് ഉറക്കെ ചിരിക്കുകയും ഒച്ച ഫോട്ടോയിൽ കിട്ടില്ല മിസ്റ്റർ എന്ന് മാമുക്കോയ പറയുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെ നമുക്കറിയാം. എന്തായാലും കൃത്യസമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒന്ന് തല പൊന്തിച്ച് ഒപ്പത്ത് എത്താൻ നോക്കുന്ന സമയത്ത് ആ ഫോട്ടോ വരുമ്പോൾ ഒരുമാതിരി ചരിഞ്ഞ് എങ്കോണിച്ചാണ് ഇരിക്കുന്നത്. ഈ ഫോട്ടോ കണ്ടിട്ട് പിന്നീട് ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ട് നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചതുപോലെ ഉണ്ടെന്ന്. അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള വേറെ ഡയലോഗുകളുണ്ട്. എനിക്ക് അത്ര കാറ്റ് ആവശ്യം വരില്ല. അതായത് ഭാര്യയുടെ ജാരനെ കണ്ടുപിടിക്കാൻ വേണ്ടി വീടിന് തൊട്ടടുത്തുള്ള ലോഡ്ജിൽ മുറി എടുത്തിട്ട് അങ്ങോട്ട് വ്യൂ കിട്ടുന്ന ഒരു മുറി വേണം. അപ്പം ആ മുറിയിൽ എന്തിനാണ് അവിടെ തന്നെ വേണ്ടതെന്ന് ലോഡ്ജുകാരൻ ചോദിക്കുന്ന സമയത്തല്ല, അവിടെ ആകുമ്പോൾ നല്ല കാറ്റുണ്ട്. ഞാൻ പറയാം എന്നാൽ അപ്പുറത്തെ സ്ഥലം തരാം, അവിടെ കുറച്ച് നല്ല കാറ്റുണ്ടെന്നല്ല, എനിക്ക് അത്ര കാറ്റ് ആവശ്യം വരില്ല എന്ന് പറയുന്നു. അതുപോലെ ജാരനാണ് എന്ന് കരുതി വീട്ടിലേക്ക് ആരോ കയറി വരുന്നു രാത്രിയിൽ. ആ സമയത്ത് അത് ജാരനാണെന്ന് ഇയാൾ ഉറപ്പിക്കുന്നു. അപ്പം ജാരനെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒലക്ക കിട്ടുമോ? ഈ ചോദ്യം ട്രോളാണ്. ഏറ്റവും വലിയ ട്രോൾ ഇതൊന്നുമല്ല. എല്ലാം കഴിഞ്ഞിട്ട് ഈ ജാരനാണെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഭാര്യയുടെ അച്ഛൻ്റെ തലക്കടിച്ച്
അടിച്ചിട്ട് അപ്പം തന്നെ ചോദിക്കുകയാണ്, അച്ഛൻ എപ്പോൾ എത്തി, അമ്മയ്ക്ക് സുഖമാണോ, തലയ്ക്ക് അടിയും കൊടുത്തിട്ട്. ഇതാണ് വടക്ക് നോക്കി യന്ത്രം. ഇയാളൊരു മാനസിക വിഭ്രാന്തിയിലേക്ക് പോവുകയും എല്ലാം കഴിഞ്ഞ് ഇയാൾ നന്നായി എന്ന് വിചാരിക്കുന്ന ഇടത്ത് ഇയാൾക്ക് വീണ്ടും യാതൊരു മനസമാധാനവുമില്ല. രാത്രി കിടക്കുന്ന സമയത്ത് വീടിൻ്റെ പുറത്തൊരു ഒച്ച കേൾക്കുമ്പോൾ ഇയാൾ ടോർച്ച് എടുത്ത് വീണ്ടും പുറത്തേക്ക് നോക്കുകയാണ്, വീണ്ടും സംശയം നിൽക്കുകയാണ്. അതുകൊണ്ടാണ് വടക്ക് നോക്കി യന്ത്രം എന്ന പേര്, അത് ആ പൊസിഷനിലേ ഇരിക്കൂ എന്ന പേര് അതിന് അന്വർത്ഥമാകുന്നതും. അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിൽ നേരത്തെ പറഞ്ഞ അരമുറി സാഹിത്യകാരൻ്റെയും സാഹിത്യം കച്ചവടമാക്കുന്നവരുടെയും ഒരു കഥാപാത്രം, ഒരു കാരിക്കച്ചർ അതിൽ ചെയ്തിട്ടുണ്ട്. ഇന്നസെൻ്റ് ആണ്. മഞ്ചാടി മാമച്ചൻ എന്ന മഞ്ചാടി വാരികയുടെ എഡിറ്റർ മാമച്ചൻ. അയാളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അയാൾ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. മറ്റേ സഫാരി സ്യൂട്ടൊക്കെ ഇട്ട് ടാറ്റാ സുമോയിൽ വന്നിറങ്ങുന്നു. എപ്പോഴും അയാൾക്ക് അടിക്കാൻ പോകുന്ന, ഈ ആഴ്ച അടിക്കേണ്ടുന്ന കോപ്പികളെക്കുറിച്ചുള്ള ടെൻഷനാണ്. അപ്പോൾ സിദ്ദിഖിൻ്റെ കഥാപാത്രം ഒരു കോംപ്രമൈസ് മീറ്റിങ്ങിന് അവിടെ ചെന്നിട്ട് മഞ്ചാടി മാമച്ചനെ കാണുമ്പോൾ മഞ്ചാടി മാമച്ചൻ ഈ സിദ്ദിഖിൻ്റെ വക്കീലിൻ്റെ ഭീഷണികൾക്കൊന്നും വഴങ്ങുന്നില്ല. അതൊക്കെ ഞങ്ങൾ മേളിൽ കണ്ടോളാം, കോടതികളിൽ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് പറയുന്നൊരു ഡയലോഗുണ്ട്. മീൻ കച്ചവടത്തിൽ തുടങ്ങിയതാണ് ഞാൻ, അവിടുന്ന് റബ്ബറിലേക്ക് കടന്നു, ഒടുവിൽ റബ്ബറിന് വില കുറഞ്ഞപ്പോൾ ഞാൻ സാഹിത്യത്തിലേക്ക് കടന്നു. ഇതാണ് സാഹിത്യം. അതായത് നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് തന്നെ പല സംവിധാനങ്ങളും, ഈ മാസികകളടക്കം കൈയാളുന്ന പലരും മറ്റു പല ബിസിനസ്സുകൾക്കും വില കുറഞ്ഞപ്പോൾ സാഹിത്യത്തിന് മാർക്കറ്റുണ്ട്, അത് വിറ്റഴിക്കാം എന്ന താല്പര്യത്തോടെ സാഹിത്യത്തിലേക്ക് വന്നതാണ് ഒരു കുത്ത് അതിലുണ്ട്. രസകരമായൊരു കഥാപാത്രം കൂടെ അതിലെ പറയണം. അതായത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എസ് ഐ മോഹൻലാലിൻ്റെ ജനപ്രിയ എഴുത്തുകാരനായ സാഗർ കോട്ടപ്പുറത്തിൻ്റെ ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ നോവലുകൾ സ്ഥിരമായി വായിക്കുന്നയാളാണ്. വളരെ സഹൃദയനായി അദ്ദേഹം പറയുന്നുണ്ട്, നന്ദി പ്രിൻസി, 1000 നന്ദി എന്ന ഏതോ ഒരു നോവലിലെ സാഗർ കോട്ടപ്പുറത്തിൻ്റെ കഥാപാത്രത്തെപ്പറ്റി. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും മോഹൻലാലിൻ്റെ കഥാപാത്രം പറയുന്നുണ്ട്, ഇവിടുത്തെ എസ് ഐ ഒരു ബോർനാണ്, അയാൾ എൻ്റെ നോവലിൻ്റെ ആരാധകനാണ് എന്ന്. അതായത് എഴുത്തുകാരനെ ജനം എങ്ങനെ കാണുന്നു, ജനത്തെ എഴുത്തുകാരൻ എങ്ങനെ കാണുന്നു, ഉണ്ടാക്കുന്നവനും ഇത് വായിക്കുന്നവനും തമ്മിൽ എങ്ങനെയാണ് കാണുന്നത്, അതിൻ്റെ അന്തർധാര എന്താണെന്ന് വളരെ രസകരമായി ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. സന്മനസ്സുള്ളവർക്ക് സമാധാനം ശ്രീനിവാസൻ എഴുതിയ സ്ക്രിപ്റ്റാണ്. അതിൽ 1-2 ഡയലോഗുകൾ പറയാം. അതായത്, നീ ഇത്ര ഭീകരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. അതായത് മോഹൻലാലിനോട് എസ് ഐ ആയ ശ്രീനിവാസൻ പറയുകയാണ്, ഞാൻ കോട്ടപ്പള്ളി സുലൈമാൻ എന്ന വലിയ ഗുണ്ടയെ ഒറ്റയടിക്ക് നിലത്തിട്ടു എന്നൊക്കെ പറയുമ്പോൾ മോഹൻലാലിൻ്റെ പ്രതികരണമാണ്, നീ ഇത്ര ഭീകരനായ വിവരം ഞാൻ അറിഞ്ഞില്ല എന്ന്. അതുപോലെ തന്നെ തിലകൻ്റെ കഥാപാത്രമുണ്ട് ദാമോദർജി, ബോംബെയിൽ നിന്ന് മോഹൻലാലിനെ ഒതുക്കാൻ വേണ്ടി വന്നയാൾ. ധീരമായി മോഹൻലാൽ അയാളെ നേരിടുമ്പോൾ കയറി കെട്ടിപ്പിടിച്ചുകൊണ്ട് തിലകൻ്റെ കഥാപാത്രം പറയുന്നതാണ്, എനിക്ക് ധീരന്മാരെ ഇഷ്ടമാണ്. എങ്ങനെ കിട്ടി കുട്ടി നിനക്ക് ധൈര്യം? എൻ്റെ ചാൾസ് ശോഭരാജിൽ മാത്രമേ ഞാൻ ഇത്രയും ധൈര്യം കണ്ടിട്ടുള്ളൂ എന്നുള്ളതും. മിഥുനം എന്ന സിനിമ പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. മിഥുനം എന്ന സിനിമയിൽ ഉർവശിയെ തട്ടിക്കൊണ്ടുവരാൻ പോകുമ്പോൾ ആദ്യമായിട്ടാണ് ശ്രീനിവാസൻ കാണുന്നത്. മോഹൻലാലിനൊപ്പം പോവുകയാണ്, മോഹൻലാലിൻ്റെ കാമുകിയായ ഉർവശിയെ തട്ടിക്കൊണ്ടു പോകാൻ. അപ്പോൾ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ നിൽപ്പുണ്ടെന്ന് പറയുമ്പോൾ ഒരു കൊച്ചു കുട്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ നേരെ അടുത്ത ചോദ്യം, മുതലാളി ഈ 12 വയസ്സുള്ള കൊച്ചിനെയാണ് മുതലാളി 13 കൊല്ലമായിട്ട് പ്രേമിക്കുന്നത് എന്ന്. മറ്റൊന്ന് ഈ ISI മാർക്കാണ്. അതായത് ഇൻസ്പെക്ഷന് വരുന്ന എഞ്ചിനീയർ ISI മാർക്ക് എവിടെ, അതായത് സ്വിച്ചസിൻ്റെ ISI മാർക്ക് എവിടെ എന്ന് ചോദിക്കുകയാണ്. താക്ഷായണി ബിസ്ക്കറ്റ് കമ്പനിയിൽ പണി നടക്കുന്നേ ഉള്ളൂ, കമ്പനി എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കണം, ഒന്ന് ഓടിച്ചിട്ട് വേണം ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളൊക്കെ മാറാൻ. ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ISI മാർക്കുള്ള സ്വിച്ചൊന്നും മേടിക്കാനുള്ള പൈസയൊന്നുമില്ല. കൊള്ളാവുന്ന സ്വിച്ചസൊക്കെ മേടിച്ച് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഇൻസ്പെക്ഷൻ നടത്തി കമ്പനി ഓടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. കളിച്ച് നിൽക്കുകയാണ് ഇപ്പുറത്ത് ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം. ഇയാൾ നേരത്തെ KCBയിൽ ജോലിക്കാരനായിരുന്നു. ഈ ഇൻസ്പെക്ഷൻ വന്ന ഉദ്യോഗസ്ഥനുമായിട്ട് ഇയാൾക്ക് നേരത്തെ വൈരമുണ്ട്. ഒത്താലൊരെണ്ണം അയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിങ്ങനെ വട്ടം ചുറ്റി നിൽക്കുന്ന സമയത്താണ് ISI മാർക്ക് എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം പറയുന്നത്, മോന്തക്കൊന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണം, അപ്പം കാണും മാർക്ക് എന്ന്. അതുപോലെ ഇയാൾ ഈ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടുന്ന എഞ്ചിനീയർ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചോദിക്കുന്നുണ്ട്, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട്, അവിടെ മുതലാളിയുടെ ചേട്ടൻ, അതായത് ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം കള്ളും കുടിച്ച് അവിടെ ആകെപ്പാട് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്ന പോലെ തന്നെ എന്ന് പറഞ്ഞെന്ന്. അപ്പോൾ പെട്ടെന്ന് എഞ്ചിനീയർ തിരിഞ്ഞ് ചോദിക്കുകയാണ്, ഇനി എഞ്ചിനീയറെ അമ്മയ്ക്ക് വിളിച്ചാണോ എന്ന്. പെട്ടെന്ന് മോഹൻലാൽ ഗതികെട്ടിട്ട് മോഹൻലാൽ പറയുകയാണ്, അയ്യോ സാർ അങ്ങനെയല്ല സാർ, ഇവിടെ ഇൻസ്പെക്ഷൻ നടന്നു എന്നറിഞ്ഞിട്ട് നമ്മളോട് അസൂയുള്ള ചിലർ ഇവിടെ ഇൻസ്പെക്ഷൻ നടന്നു ഞാൻ രക്ഷപ്പെടും എന്നുള്ളത് കൊണ്ട് അവൻ്റെ ഇൻസ്പെക്ഷൻ, അതായത് എൻ്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്നതുപോലെ തന്നെ എന്ന്. അതായത് സ്വയം അമ്മയ്ക്ക് വിളി ഏറ്റുവാങ്ങുന്ന ഗതികേടിലേക്ക് ഒരു സംരംഭകൻ നിൽക്കുന്നത് എങ്ങനെയെന്ന് കൃത്യമായി ഈ രസകരമായ സീനുകളിലൂടെ ശ്രീനിവാസൻ കാട്ടിത്തരികയാണ്. വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒരു അലുവയുടെ പേരിൽ പ്രശ്നം ഉണ്ടായി, അവിടെ അലുവ കിട്ടി, എൻ്റെ കുട്ടിക്ക് കിട്ടിയില്ല, മറ്റേ കുട്ടിക്ക് കിട്ടി എന്നൊക്കെയുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവസാനത്തെ ഡയലോഗായിട്ട് അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അളിയൻ ദയവായി ഈ വീട്ടിൽ അലുവ വാങ്ങിക്കൊണ്ട് വരരുത്. അതുപോലെ
ചേർക്കോണം സ്വാമിയുടെ കൂടോത്രം സീനും വളരെ രസകരമാണ്. അതിലുണ്ട് ഒരുപാട് ട്രോളുകൾ. ഈ കൂടോത്രം ചെയ്താൽ ശിക്ഷിക്കാൻ നിയമമില്ല എന്നുകൂടെ ഈ ഇന്നസെൻറ്റിനെ കൊണ്ട് ആ സിനിമയിൽ പറയിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞതും പറയാത്തതുമായ എത്രയോ സിനിമകൾ എഴുതിയിട്ടാണ് ശ്രീനിവാസൻ നമ്മെ വിട്ട് പോകുന്നത്. ടി.പി. ബാലഗോപാലൻ MA, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, വരവേൽപ്പ്, മഴയത്ത് മുമ്പേ, ഉദയനാണ് താരം, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, വെള്ളാനകളുടെ നാട്, തലയണ മന്ത്രം തുടങ്ങി ശ്രീനിവാസൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ എത്രയോ സിനിമകൾ. ചിരിപ്പിച്ചും കരയിച്ചും ചിന്തിപ്പിച്ചും പിന്നെയും കാണാൻ പ്രേരിപ്പിച്ചും അതങ്ങനെ തുടരുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.